നമ്മളിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയുടെ അഭിമാനമായി നെയ്യാറ്റിൻകര MLA ആൻസലിനും അതുപോലെ നെയ്യാറ്റിൻകര നഗരസഭയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന UITയുടെ മുന്നിലാണ്. ഈ UIT ആണ് 8-ാം തീയതി ബിന്ദു, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ബിന്ദു ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് MLA അടക്കമുള്ളവർ ഇതിൻ്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ഈ UIT എന്നാൽ അതിൻ്റെ പണി അതിൻ്റെ 60% പോലും പൂർത്തിയായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇവിടെ പണി പൂർത്തിയാക്കാതെ ഇലക്ഷന് തൊട്ട് മുന്നേ, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഏത് വിധേനയും ഉദ്ഘാടനം നടത്തുക എന്നുള്ളൊരു ഉദ്ഘാടന മഹാമഹം മാത്രമാണ് ഇവിടെ നടന്നതെന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ബിൽഡിംഗാണ് കഴിഞ്ഞ ദിവസം ബിന്ദു ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ അവിടെ യാതൊരു പണിയും പൂർത്തിയായിട്ടില്ല എന്ന് മാത്രമല്ല, നാട്ടുകാരുടെ പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കാതെയാണ് ഇവിടെ ഉദ്ഘാടനം നടത്തിയെന്ന ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം, അറിയാം. എൻ്റെ പേര് വിനീത്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നെയ്യാറ്റിൻകര നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ്. നമ്മൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി. പ്രധാനമായും ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട കാരണം ഇവിടെ UITയുടെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി. ഉദ്ഘാടകയായ മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രതിഷേധം തന്നെയാണ്. ഞങ്ങൾ ഈ പ്രതിഷേധിക്കാനുള്ള പ്രധാന കാരണം റീബിൽഡ് ആറാലിമൂട് എന്ന പദ്ധതിയുടെ ഉൾപ്പെടുത്തി ഇവിടെ ഏകദേശം 2018 ഒരു ഫണ്ടിൽ വകയിരുത്തുകയും 2023 PK രാജ്മോഹൻ തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു മാർക്കറ്റ് ബിൽഡിംഗാണ് നമ്മുടെ മുമ്പിലേക്ക് കാണുന്നത്. ഏകദേശം 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മാർക്കറ്റ് ബിൽഡിംഗ്. എന്നാൽ ആ 1 കോടി രൂപ നിർമ്മിച്ചത് 2025 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം നടത്തുകയുണ്ടായി. എന്നാൽ ആ പദ്ധതി എങ്ങും തന്നെ എത്തിയില്ല. അതിൻ്റെ പണി പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ഇവിടെ വന്ന് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ആ പദ്ധതിയുടെ പുറത്താണ്, ആ ബിൽഡിങ്ങിൻ്റെ പുറത്ത് നെയ്യാറ്റിൻകര MLAയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ 2 കോടി രൂപ അടുത്ത് ഈ കോൺട്രാക്ടറിനെ സഹായിക്കുന്നതിന് വേണ്ടി വീണ്ടും 2 കോടി രൂപ വീണ്ടും അനുവദിക്കുകയും ഈ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റിന് വേണ്ടി നിർമ്മിച്ച ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തായിട്ട് അവർ വീണ്ടും ഒരു കെട്ടിടം പണിയുകയാണ്. നമ്മുടെ ഏവരുടെ നെയ്യാറ്റിൻകരയ്ക്ക് അഭിമാനമായ ആറാലിമൂട് UITക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ കോളേജ് ഇവിടെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ ഇവിടെ അതിയായ ദുഃഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ബിൽഡിങ്ങിൻ്റെ പണി ഒരു പരിധിയിൽ പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. വളരെയധികം ഒച്ചിഴയുന്ന വേഗത്തിലാണ് ഇതിൻ്റെ പണി നടക്കുന്നതും. ഏകദേശം 25% പണി പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ഇവിടെ വരുന്ന ഏതൊരു വ്യക്തിക്കും കാണുവാൻ സാധിക്കും. നെയ്യാറ്റിൻകരയുടെ നഷ്ടവർഷങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ 10 വർഷവും. കൊട്ടിഘോഷിച്ച് ഈ ഉദ്ഘാടനം നടത്തുന്നത് തന്നെ വെറും ഒരു ഇലക്ഷൻ സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ 10 വർഷം നെയ്യാറ്റിൻകര നിയോജകമണ്ഡലത്തിൽ തൻ്റേതായ വികസനങ്ങൾ തന്നെ ഒന്നും തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കാത്തത് നെയ്യാറ്റിൻകര MLAയുടെ ഭരണപരാജയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പരാജയഭീതിതനായി ഇവിടെ ഈ ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് വളരെ വേഗം തന്നെ നടത്തിപ്പോയത്. എന്നാൽ ഈ 2 കോടി രൂപ എന്തിനാണ് ഇവിടെ അനുവദിച്ചത്? ഏറ്റവും വലിയ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാര്യം, 1 കോടി രൂപയ്ക്ക് നമ്മൾ താഴത്തെ ബിൽഡിംഗ് നിർമ്മിച്ചുവെങ്കിൽ 2ാമത്തെ നില നിർമ്മിക്കാൻ വേണ്ടി 2 കോടി രൂപയാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള അഴിമതി നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഈ അഴിമതിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സമരം. ഈ പണി വളരെ വേഗത്തിൽ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി വരുന്ന അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നു നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.